Hello, welcome to anooptube. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ജാവയിൽ നമുക്ക് ഒബ്ജക്ട്സ് ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്യാൻ പറ്റുക. അതായത് ഒരു ക്ലാസിന്റെ ഒബ്ജക്റ്റ് നമ്മൾ എങ്ങനെയാണ് ആർഗ്യുമെന്റ്സ് ആയിട്ട് പാസ് ചെയ്യുക. ഈ സംഭവങ്ങളൊക്കെ എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരിക, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോർമൽ സിനാരിയോയിൽ നമുക്ക് സാധാരണ നമ്മൾ എന്തൊക്കെ പാസ് ചെയ്യാറ്, ഒരു ഇന്റിജർ പാസ് ചെയ്യാറുണ്ട്, സ്ട്രിംഗ് പാസ് ചെയ്യാറുണ്ട്, ഈ കാര്യങ്ങളൊക്കെ പാസ് ചെയ്യാറുണ്ടല്ലേ. അപ്പോൾ നമ്മളൊരു സ്വന്തമായിട്ടൊരു ക്ലാസ് ഉണ്ടാക്കുകയാണ് വിചാരിക്കുക. അപ്പോൾ ക്ലാസ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് എപ്പോഴാണ് ഈ ഒബ്ജക്ട്സ് നമുക്ക് അതിൽ പാസ് ചെയ്യേണ്ടി വരിക, നമുക്ക് എപ്പോഴാണ് ഒബ്ജക്ട്സിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യേണ്ടി വരിക, നമ്മൾ ചെറിയൊരു എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ നോക്കാൻ പോകണം. ഓക്കെ, അപ്പോൾ നമുക്കത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എടുക്കുക. അതിനുശേഷം അതിൻ്റെ നമ്മളൊരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിൻ്റെ ടെർമിനൽ എടുക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് റിലേറ്റഡ് ആയുള്ള കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ടായിരിക്കും, അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്തിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു ഫയൽ ഉണ്ടാക്കുകയാണ്, ഒബ്ജക്ട് പാരാമീറ്റേഴ്സ്. ഓക്കെ, ഒബ്ജക്ട് പാരാമീറ്റേഴ്സ് ഡോട്ട് ജാവ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ക്ലാസ് ഉണ്ടാക്കി. ഓക്കെ, അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, ഒരു മെയിൻ ഫംഗ്ഷൻ ഉണ്ടാക്കി. ഓക്കെ, മെയിൻ ഫംഗ്ഷൻ ഉണ്ടാക്കി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തു. ഇത്ര നമുക്ക് ഓൾറെഡി അറിയാം. ഓക്കെ, അപ്പോൾ നമുക്കിത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പുതിയൊരു ക്ലാസ് ഉണ്ടാക്കുകയാണ്. ക്ലാസിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ബോക്സ് എന്നാണ് പേര് കേട്ടോ, ക്ലാസ് ബോക്സ്. അപ്പോൾ ബോക്സിന് ഞാൻ എന്ത് ചെയ്തു, ഒരു പബ്ലിക് ബോക്സ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു കൺസ്ട്രക്ടർ ഉണ്ടാക്കി, സിമ്പിൾ ഒരു കൺസ്ട്രക്ടർ ഉണ്ടാക്കി. അതിനുശേഷം ഈ ബോക്സിന് എന്തൊക്കെ ഉണ്ടായിരിക്കും വെച്ചാൽ ഒരു ഹൈറ്റ് ഉണ്ടായിരിക്കും, ഒരു വിഡ്ത്ത് ഉണ്ടായിരിക്കും, ഒരു ലെങ്ത് ഉണ്ടായിരിക്കും അല്ലേ. ശരിയല്ലേ, ബോക്സിന് അതൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇൻഡ് ലെങ്ത്, ഇൻഡ് ഹൈറ്റ്, ഇൻഡ് വിഡ്ത്ത്. ഓക്കെ, ഇൻഡ് വിഡ്ത്ത്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സാധാരണ ഒരു ബോക്സ് എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ നമുക്ക് സാധാരണ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ബോക്സ് ഉണ്ടാക്കാൻ പറ്റും. ബോക്സിന്റെ ലെങ്ത്, ഹൈറ്റ്, വിഡ്ത്ത് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ സിമ്പിൾ ആയിട്ടൊരു ബോക്സ് ഒരു കൺസ്ട്രക്ടർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കൺസ്ട്രക്ടർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ സിംപ്ലി ഒരു ബോക്സ് ഉണ്ടാക്കണമെങ്കിൽ ഫയൽ എന്ത് ചെയ്തു, ഹൈറ്റും ലെങ്ത്തും വിഡ്ത്തും സെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല അല്ലേ. ശരിയല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഹൈറ്റും ലെങ്ത്തും വിഡ്ത്തും എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇത് ഇൻറ്റിജറിന് പറഞ്ഞാൽ എന്തെല്ലാം ഡബിൾ ആക്കിട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ലെങ്ത്തും ഹൈറ്റും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലെങ്ത്ത് ഈക്വൽ ടു -1 സെറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഒരിക്കലും ലെങ്ത്ത് മൈനസ് ആവില്ല അല്ലേ. ശരിയല്ലേ, ഹൈറ്റ് ഒരിക്കലും -1 ആവില്ല. അപ്പോൾ നമുക്കൊരു പുതിയൊരു വേരിയബിൾ ഉണ്ടാക്കി, പുതിയൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് നമ്മൾ ലെങ്ത്തും ഹൈറ്റും പാസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാം -1 ആക്കി സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇനീഷ്യലൈസ് ചെയ്തില്ലാതെ നമുക്ക് മെസ്സേജ് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് സംഭവം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബോക്സ് ഉണ്ടാക്കി. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ബോക്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ വാല്യൂസും കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്യാൻ പറ്റും. ശരിയല്ലേ. ഓക്കെ, കോപ്പി ചെയ്യുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഡബിൾ ലെങ്ത്തിന് വരെ എല്ലാം കൊടുത്തു കേട്ടോ, കാരണം നിങ്ങൾക്ക് കൺഫ്യൂഷൻ അവിടെ എല്ലാം കൂടി. ഓക്കെ, വിഡ്ത്തിന് W കൊടുത്തു, ഹൈറ്റിന് H എന്ന് കൊടുത്തു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്തു. അതിനുശേഷം ലെങ്ത്തിന് എന്ത് വെച്ചാൽ L കൊടുത്തു. അതിനുശേഷം ഹൈറ്റ് നമുക്ക് എന്ത് ചെയ്തു, ഒരു കറസ്പോണ്ടിങ് ഹൈറ്റ് ഈക്വൽ H സെറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ കറസ്പോണ്ടിങ് വിഡ്ത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, W വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കാൻ പറ്റും, ഒരു ബോക്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു ബോക്സ് ഉണ്ടാക്കിയിട്ട് നമുക്ക് അതിന് എന്ത് ചെയ്യാം, പ്രിന്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ബോക്സിന്റെ വോളിയം നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റില്ലേ. ശരിയല്ലേ, ബോക്സിന്റെ വോളിയം നമ്മൾ പ്രിന്റ് ചെയ്യുക, പബ്ലിക് വോയിഡ് വോളിയം എന്ന് പറഞ്ഞാൽ പ്രിന്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് ലൈൻ, അതിൽ നമ്മൾ എന്താ പ്രിന്റ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ വോളിയം. ഓക്കെ, ഹൈറ്റ് ഇൻറ്റു ലെങ്ത് ഇൻറ്റു വിഡ്ത്ത്. ഇതാണ് നമ്മുടെ സാധാരണ ഒരു വോളിയം എന്ന് പറഞ്ഞാൽ, ഒരു ക്യൂബിന്റെ അല്ലെങ്കിൽ ഒരു ബോക്സിന്റെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സംഭവം. ഹൈറ്റിന്റെ ലെങ്ത്തിന്റെ വിഡ്ത്താണ് എന്ത് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുള്ള വോളിയം എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ നമുക്കത് യൂസ് ചെയ്ത് നോക്കാം. അതാണ് നമ്മുടെ സംഭവം, നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കതിനെ യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയും കാര്യം നമ്മൾ സെറ്റ് ചെയ്ത് നമുക്കതിനെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബോക്സ് B ഈക്വൽ ടു ന്യൂ ബോക്സ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, വോളിയം. ഓക്കെ, നമുക്ക് പ്രിന്റ് ചെയ്യും. അപ്പോൾ നമുക്കിത് വർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ജാവ C ആൻഡ് ഒബ്ജക്റ്റ് പാരാമീറ്റേഴ്സ് ഡോട്ട് ജാവ ആൻഡ് ജാവ ഒബ്ജക്റ്റ് പാരാമീറ്റേഴ്സ് കണ്ടോ, വോളിയം ഈക്വൽ ടു -1 എന്ന് പറഞ്ഞോ. കാരണം നമ്മളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് -1 ആയതുകൊണ്ടാണ് അതിന്റെ വോളിയം നമ്മൾ എന്ത് ചെയ്ത് -1 ആയിട്ട് വന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബോക്സ് B1 ഈക്വൽ ടു ന്യൂ ബോക്സ് ഓഫ് 10, 56.8, ആൻഡ് 96.3 സെറ്റ് ചെയ്തു അല്ലേ. ശരിയല്ലേ, സേവ് ചെയ്തു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്തു, അതിനൊന്ന് കോൾ ചെയ്തു, B1 ഡോട്ട് വോളിയം നമ്മളൊന്ന് കോൾ ചെയ്തു. അപ്പോൾ എന്താ വരിക നോക്കാം. ഓക്കെ, ജാവ C ആൻഡ് ജാവ കണ്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, വോളിയം വന്നിട്ടുണ്ട് അല്ലേ, 54,698 സംതിങ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ അതിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിംപ്ലി കൺസ്ട്രക്ടർ ഓവർലോഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് ഇത്തിരി സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന്റെ വോളിയം കറസ്പോണ്ടിങ് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നമ്മൾ ഇന്ന് നോക്കാൻ പറഞ്ഞത് എന്തായിരുന്നു പറഞ്ഞാൽ, നമുക്ക് എങ്ങനെയാണ് ഒബ്ജക്ട്സ്
നമുക്ക് പാസ് ചെയ്യേണ്ടതെന്നല്ല ചോദിക്കുക. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യണം, നമുക്ക് ഈ രണ്ട് ബോക്സുകൾ ഈക്വൽ ആണെന്ന് നമുക്ക് നോക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സാധാരണ രണ്ട് ഒബ്ജക്റ്റ് ഉണ്ടാക്കും. എന്നിട്ട് നമ്മൾ സാധാരണ നമ്മൾ യൂസറിനെ ചെയ്യണം അല്ലേ, അതായത് യൂസറിനെ ചെയ്യണം, അതിന്റെ ഹൈറ്റ് ഈക്വൽ ടു ലെങ്ത് അങ്ങനെയാണ് നമുക്ക് നോക്കണം. അപ്പോൾ നമ്മൾ രണ്ട് ബോക്സ് ഉണ്ടാക്കി, ബി എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കി, B1 എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാക്കി. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ രണ്ട് ബോക്സുകളും തമ്മിൽ ഈക്വൽ ആണോ ഈക്വൽ അല്ലേ നമുക്ക് നോക്കണം. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യണം, പുതിയൊരു ഫംഗ്ഷൻ ഉണ്ടാക്കണം. അപ്പോൾ ഈ ഫംഗ്ഷനിൽ എന്താ ശരിക്കും വേണ്ടത്, നമുക്ക് ഈക്വൽ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈക്വൽ ഫംഗ്ഷൻ നമുക്ക് എന്ത് വേണം, ഒരു ഈക്വൽ ഒരു നമ്മുടെ ബോക്സ് എന്ന് പറഞ്ഞ ക്ലാസിന്റെ ഉള്ളിൽ ഒരു ഫംഗ്ഷനാണ് ഈക്വൽ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. അപ്പോൾ ഈ ഈക്വലിന്റെ ഒരു ആർഗ്യുമെന്റ് ആയിട്ട് പോകുന്നത് എന്താണ്, അതിന്റെ കറസ്പോണ്ടിങ് ഒബ്ജക്റ്റിനെയാണ് അല്ലേ, അതായത് അതേ വേരിയബിൾ അതേ ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റിനെയാണ് നമുക്ക് ആർഗ്യുമെന്റ് ആയിട്ടും കിട്ടാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ വെച്ചാൽ പബ്ലിക് വോയിഡ് ഈക്വൽ ഓഫ് ബോക്സ്, ഓക്കെ ബോക്സ് ബി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കി. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈക്വൽ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ കോൾ ചെയ്ത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ബോക്സ് ബി എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ഓൾറെഡി കിട്ടിയിട്ടുണ്ടല്ലേ, അതും നമ്മൾ കറസ്പോണ്ടിങ് നിൽക്കുന്ന ഒബ്ജക്റ്റുമായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെ നോക്കാം, ഇഫ് ബി ഡോട്ട് ഹൈറ്റ് ഈക്വൽ ടു നമ്മുടെ ഹൈറ്റ് ആണ് വിചാരിക്കുക, ഹൈറ്റ് ആണെങ്കിൽ ആൻഡ് ഓക്കെ, അതിനുശേഷം ബി ഡോട്ട് വിഡ്ത്ത് ഈക്വൽ ടു നമ്മുടെ വിഡ്ത്ത് ആണ് വിചാരിക്കുക, ആൻഡ് ബി ഡോട്ട് ലെങ്ത് ഈക്വൽ ടു ലെങ്ത് ആണെങ്കിൽ നമുക്കിവിടെ സിസ്റ്റം ഓക്കെ, അതിനല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നോട്ട് ഈക്വൽ എന്ന് പ്രിന്റ് ചെയ്യണം. ശരിയല്ലേ, ഇത്രയും കാര്യം ചെയ്താൽ മതി. അപ്പോൾ നോട്ട് ഈക്വൽ ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ, അപ്പോൾ നമുക്ക് രണ്ട് ബോക്സ് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ, B1 ഉണ്ടാക്കിയിട്ടുണ്ട്, B ഉണ്ടാക്കിയിട്ടുണ്ട്, B1 ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ബി ഡോട്ട് ഈക്വൽ ഓഫ് B1 എന്ന് ഞാൻ കോൾ ചെയ്ത് വിചാരിക്കുക. അപ്പോൾ എന്താ സംഭവിക്കാൻ നോക്കാം, ബി ഡോട്ട് ഈക്വൽ ഓഫ് B1 കോൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ നോക്കാം. അപ്പോൾ ഞാനിവിടെ ജാവ വെച്ചിട്ട് ഒബ്ജക്റ്റ് ജാവ ഒബ്ജക്റ്റ് വേണ്ടോ, നോട്ട് ഈക്വൽ എന്ന് പറഞ്ഞ സംഭവം വന്നല്ലേ, ശരിയല്ലേ, നോട്ട് ഈക്വൽ എന്ന് പറഞ്ഞ സംഭവം വന്നു. ഇനി ഞാൻ സെയിം ഒബ്ജക്റ്റ് തന്നെ ഉണ്ടാക്കി, ഇവിടെ ഇതേ വേരിയബിൾ തന്നെ കൊടുത്തു, അതിനുശേഷം സേവ് ചെയ്തു. അതിനുശേഷം ഞാൻ വീണ്ടും ഒന്ന് കണ്ടോ ഈക്വൽ എന്ന് പറഞ്ഞു വന്നു, ശരിയല്ലേ. അപ്പോൾ ഇതാണ് സംഭവിച്ചതോടെ സംഭവം ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരിക, നമുക്കൊരു ഒബ്ജക്റ്റ് എപ്പോഴാണ് പാസ് ചെയ്യേണ്ടി വരിക, നമുക്ക് ഈക്വൽ ഓപ്പറേറ്റേഴ്സ് ഒക്കെ, അതായത് ഈക്വൽ ഫംഗ്ഷൻസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒബ്ജക്ട്സ് നമുക്ക് പാസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇതാണ് നമ്മളൊരു റിയൽ ടൈം സിനാരിയോ, നമുക്ക് എപ്പോഴാണ് ഈ സംഭവം യൂസ് ചെയ്യേണ്ടി വരിക എന്ന സംഭവം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഡിഫോൾട്ട് ഒരു കസ്റ്റമായിട്ടുള്ള ക്ലാസ് ഒക്കെ ഉണ്ടാക്കാൻ നമുക്ക് ഈക്വൽ ഓപ്പറേറ്റർ ഉണ്ടാക്കേണ്ടി വരും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം വെച്ചാൽ ഈ ഒബ്ജക്റ്റിനെ കോപ്പി ചെയ്യണം. അപ്പോൾ ഒബ്ജക്റ്റിന് നമുക്കൊരു പുതിയൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കണം, അതിനത് കറസ്പോണ്ടിങ് സെയിം വാല്യൂവിനെ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതേ വാല്യൂ കോപ്പി പേസ്റ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ എനിക്ക് എന്ത് ചെയ്താൽ മതി, ഈ B1 ഒരു കോപ്പിയാണ് എനിക്ക് ഉണ്ടാക്കണമെങ്കിൽ, അപ്പോൾ എക്സാമ്പിൾ ബോക്സ് B2 ഈക്വൽ ടു ന്യൂ ബോക്സ് ഓഫ് B1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യണം, വർക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം, ഈ ബോക്സിന്റെ ഒരു കൺസ്ട്രക്ടറിൽ നമുക്ക് എന്ത് ചെയ്യണം, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് വരുന്ന പോലുള്ള ഒരു കൺസ്ട്രക്ടർ നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം വെച്ചാൽ ഈ സെയിം പബ്ലിക് ബോക്സ് എന്ന് പറഞ്ഞ സംഭവം കോപ്പി ചെയ്യണം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം, അതിന് പേസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്താണ് ആർഗ്യുമെന്റ് വരാൻ പോകുന്നത്, നമുക്കൊരു ബോക്സ് ടൈപ്പിലുള്ള ഒരു ആർഗ്യുമെന്റാണ് വരാൻ പോകുന്നത് അല്ലേ, ശരിയല്ലേ, ബോക്സ് ബി ആർഗ്യുമെന്റ് ആണ് വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ലെങ്ത് എന്ത് ചെയ്തിട്ട് സെറ്റ് ചെയ്യണം, നമ്മൾ കറസ്പോണ്ടിങ് ഇപ്പം ഉണ്ടാക്കുന്ന ഒരു ഒബ്ജക്റ്റ് ഇല്ലേ, അതിന്റെ കറസ്പോണ്ടിങ് ലെങ്ത് എന്തായിട്ട് വേണം, ബി ഡോട്ട് ലെങ്ത് ആയിട്ട് സെറ്റ് ചെയ്യണം, ശരിയല്ലേ. അതേപോലെ തന്നെ ഹൈറ്റ് എന്ത് ചെയ്ത് സെറ്റ് ചെയ്യണം, ബി ഡോട്ട് വിഡ്ത്താക്കി ഹൈറ്റ് ആക്കി സെറ്റ് ചെയ്യണം, ആൻഡ് സെയിം ബി ഡോട്ട് വിഡ്ത്താക്കി സെറ്റ് ചെയ്യണം, ശരിയല്ലേ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൺസ്ട്രക്ടർ ഉണ്ടാക്കി. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്തു, ഈ എറർ പോയിരുന്നല്ലേ, ശരിയല്ലേ, നമുക്ക് ഇവിടെ കറസ്പോണ്ടിങ് ഒബ്ജക്റ്റ് ഉണ്ടാക്കി. അപ്പോൾ B2 ഡോട്ട് ഈക്വൽ നമുക്ക് B2 ഡോട്ട് ഈക്വൽ ഓഫ് B1 കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, B2 ഡോട്ട് ഈക്വൽ ഓഫ് B1 നമുക്ക് ഈക്വൽ എന്താണ് ശരിക്കും വരണം, സെയിം അല്ലേ, നമ്മൾ ക്ലോണാണ് ഉണ്ടാക്കിയിരിക്കുന്നല്ലേ, ശരിക്കല്ലേ. അതാണ് B2 ക്ലോൺ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി, B2 ക്ലോൺ ആൻഡ് B2 ക്ലോൺ ഈക്വൽ ടു, അതായത് ഏതിന്റെ ക്ലോൺ ഉണ്ടാക്കി, B1 ക്ലോൺ ഉണ്ടാക്കിയില്ലേ. ഓക്കെ അല്ലേ, ക്ലോൺ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അതിന്റെ കോപ്പി ഉണ്ടാക്കാണെന്ന് നടത്തുള്ളൂ. അപ്പോൾ ഈക്വൽ ആവണം, അപ്പോൾ ഈക്വൽ എന്ന് പ്രിന്റ് ചെയ്ത് വരണം, ആൻഡ് ജാവ കണ്ടോ ഈക്വൽ എന്ന് വന്നു, ഈക്വൽ എന്ന് പറഞ്ഞ സംഭവം വന്നു. അപ്പോൾ ഇതാണ് സംഭവം, എങ്ങനെയാണ് നമ്മൾ കോപ്പി ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ കോപ്പി ചെയ്യുമ്പോൾ എന്താ ഉണ്ടാക്കേണ്ടത്, ഒരു കോപ്പി കൺസ്ട്രക്ടർ ഉണ്ടാക്കണം. അപ്പോൾ കോപ്പി കൺസ്ട്രക്ടറാണ് നമ്മളിവിടെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടോ. അപ്പോൾ കോപ്പി കൺസ്ട്രക്ടറിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പുതിയൊരു വീഡിയോയിൽ നമ്മൾ ചെയ്യാം. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴാണ് ഈ ഒബ്ജക്ട്സ് നമ്മൾ എന്ത് ചെയ്യണം, പാസ് ചെയ്യേണ്ടി വരിക, അതിന്റെ ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്യേണ്ടി വരിക, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ കരുതുന്നു. നമുക്കിത് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്, റിയൽ ടൈം എക്സാമ്പിൾ ആണ് ഞാൻ പറയുന്നത്. നമ്മൾ പുതിയൊരു ക്ലാസ് ഉണ്ടാക്കുകയാണ്, നമുക്ക് ബോക്സ് ഒരു ക്ലാസ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമുക്ക് എപ്പോഴൊക്കെ വേണ്ടി ഒരു പുതിയൊരു ബോക്സ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിന് എന്ത് വേണം, ഇക്വാലിറ്റി ചെക്ക് ചെയ്യണം, പിന്നെ നമുക്ക് എന്ത് ചെയ്യണം, അതിന്റെ ഒരു കോപ്പി ഉണ്ടാക്കണം. ഈ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമുക്ക് എന്ത് വരിക, നമുക്ക് അതിന്റെ ഒരു സെയിം ഒബ്ജക്റ്റിന് നമുക്ക് അതിന്റെ പാസ് ചെയ്യേണ്ടി വരും.
അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ കരുതുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരെ വെയിറ്റ് ചെയ്യുക. ബൈ.